ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ തളിപ്പറമ്പിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ കുറ്റക്കാരിയെന്ന് കോടതി. രണ്ടാം പ്രതി നിതിനെ വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. സരീഷ് പി കെ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല, പക്ഷേ കൊലപാതക കുറ്റം തെളിഞ്ഞു. അതാവ് നേരിട്ട് കൊലപാതകം നടത്തിയതാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. 2020 ഫെബ്രുവരി 17 പുലർച്ചെയാണ് ഈ കൊലപാതകം നടന്നത്. 2 വയസ്സുള്ള മകനെ 2 തവണ കടലിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ പ്രോസിക്യൂഷൻ തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് ആദ്യം ഈ കുഞ്ഞിനെ കടലിലേക്ക് എറിയുന്നു, പക്ഷേ ആ കുഞ്ഞ് മരിക്കുന്നില്ല. വീണ്ടും ഈ അമ്മ തന്നെ ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പാറക്കൂട്ടത്തിനിടയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപാതകം സ്ഥിരീകരിച്ച ശേഷമാണ് ഈ മാതാവ് ശരണ്യ മടങ്ങിയത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ പ്രോസിക്യൂഷന്റെ വാദം കൃത്യമായി കോടതി തിരിച്ചറിയുകയും അത് ശരിവെക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാതാവ് ശരണ്യ കുറ്റക്കാരിയാണ് എന്നിപ്പോൾ തളിപ്പറമ്പ് കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാം പ്രതിയായി മാതാവിന്റെ ആൺ സുഹൃത്തായ നിതിനെ പ്രതി ചേർത്തിരുന്നു. പക്ഷേ നിതിനുമായി ഏതെങ്കിലും രീതിയിൽ ഈ കുറ്റകൃത്യത്തിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. കാരണം ഇവർ തമ്മിൽ ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപോ ദിവസങ്ങൾക്ക് മുൻപോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഫോൺ കോളുകളോ ചാറ്റുകളോ ഒന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ആൺ സുഹൃത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആൺ സുഹൃത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ കുറ്റകൃത്യവുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം പ്രതിയായ നിതിനെ വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മാതാവ് മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരി എന്ന് കൃത്യമായി കോടതി പറയുകയും ചെയ്യുന്നു. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു 2020 ഫെബ്രുവരി 17 നടന്നത്. ആദ്യം തന്റെ കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി ഈ ശരണ്യ തന്നെ രംഗത്ത് വരുന്നു. പിന്നീട് നടത്തിയ തെരച്ചിൽ ഈ തയ്യിൽ കടപ്പുറത്തിന് സമീപത്തെ പാറക്കൂട്ടത്തിനിടയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. കാരണം 2 വയസ്സുള്ള കുട്ടിയാണ്. ആ 2 വയസ്സുള്ള കുട്ടിയെ മാതാവ് അറിയാതെ എങ്ങനെ പുറത്തേക്ക് പോയി എന്ന സംശയങ്ങൾ പോലീസിന് ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഇത് മാതാവ് തന്നെയാണ് ഈ മറ്റൊരു സുഹൃത്തിനോടൊപ്പം, അതായത് ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാമുകനുമായി സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ആൺസുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു. ആ ആൺസുഹൃത്തിനോടൊപ്പം ജീവിക്കുന്നതിന്റെ ഭാഗമായി ഈ കുട്ടിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്നൊരു സംശയം പോലീസിന് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശരണ്യെ ചോദ്യം ചെയ്യുന്നത്. ശരണ്യെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അമ്മ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസ്. അതിൽ അമ്മയായ ശരണ്യ കുറ്റക്കാരി എന്ന് ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. എന്തായാലും സുഹൃത്ത് ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ സുഹൃത്ത് നിതിനെ കോടതി വെറുതെ വിട്ടു.